ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രൗസർ കട്ടിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ട്രൗസറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാൻറ്റിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം പാൻറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 മടക്കായിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് അളന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ട്രൗസറിന് വേണ്ടിയുള്ള ലെങ്ത്ത് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് 17 ഇഞ്ചാണ് 17 ഇഞ്ചാണ് നമ്മൾ ട്രൗസറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. പിന്നെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു 2 ഇഞ്ച് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ മേലെ അടയാളപ്പെടുത്തുന്നുണ്ട്. മേലെ അതേപോലെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മേലെ ഇതേപോലെ 2 ഇഞ്ച് വിടുന്നുണ്ട് കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിലും അടിക്കാനുള്ള ഭാഗം വിട്ടിട്ടും ഇതുപോലെ മേലത്തെ ഭാഗം വിട്ടിട്ടു കേട്ടോ. അപ്പോൾ ട്രൗസറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഇട്ടത്. ഫ്രണ്ട് ഭാഗത്ത് വരെ ഇങ്ങനെ ഒരു വീതി എടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട് നമ്മൾ. 2 ഇഞ്ച് കേട്ടോ. ഇത് ഇങ്ങനെ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാനുള്ള ഭാഗമാണ്. അപ്പോൾ 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് ഒരു ക്രോച്ച് ലെങ്ത്ത് എന്നൊക്കെ പറയും നമ്മൾ ഫ്രണ്ട് ഭാഗം കേട്ടോ. ആ സിബൊക്കെ വെക്കുന്ന ഭാഗമില്ല, അങ്ങനത്തെ ഭാഗമാണ് കേട്ടോ. അത് നമ്മൾ 8.5 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ ഇനി നമ്മൾ അരയ്ക്ക് വേണ്ട അളവാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 23 ഇഞ്ച് വണ്ണം വരുന്നൊരു കുട്ടിയുടെ ട്രൗസറാണ് കേട്ടോ. കുട്ടിക്ക് അടിക്കുന്നതാണ്, മോനെ വേണ്ടിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ 23 ഇഞ്ചാകുമ്പോൾ നമ്മളൊരു 7 ഇഞ്ച് കൂട്ടി ഒരു 30 ഇഞ്ച് എടുക്കുന്നുണ്ട്. അലാസ്റ്റിക് വയ്ക്കാനുള്ള ട്രൗസറാണ് കേട്ടോ. അപ്പോൾ ഒരു 30 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് പീസാണ് കേട്ടോ. 2ആയിട്ട് മടക്കി വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 7.5 അളവ് 7.5 കേട്ടോ എടുത്തത്. ഇതുവരെ ഈ വരച്ച ഇവിടെ വരെയാണ് കേട്ടോ നമ്മൾ അളവെടുക്കുന്നത്. 7.5 ഇഞ്ച്. ഇനി ഇവിടെ നമ്മൾ അളന്നില്ലേ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക കേട്ടോ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇനി താഴത്തേക്ക് നമ്മൾ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടത്തെ ഇതിലാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ബോട്ടത്തിൻ്റെ ലൂസ് എടുക്കുന്നത്. ആ ലൂസ് ഇപ്പം 17 ഇഞ്ച് ലൂസ് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.5 എടുക്കുന്നുണ്ട്. അപ്പോൾ 8.5ൻ്റെ പകുതി ഈ സെൻട്രൽ ലൈനിൻ്റെ ഇവിടെ വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 8.5 അതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ലൂസ് കേട്ടോ. അവിടെ ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിന്ന് ഇവിടേക്ക് ഇങ്ങനെ ക്രോസ് വരയ്ക്കുക. ക്രോസായിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതങ്ങോട്ടേക്കും കേട്ടോ. അളവിന്ന് ഇങ്ങോട്ടേക്കും ഇതുപോലെ ക്രോസായിട്ട് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഇവിടെ ഇതേപോലെ ഒരു ഇതും കൂടി ഇതുപോലെ ഒന്നും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുക. അപ്പം നമ്മളിത് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരു റെഡിമെയ്ഡ് മെത്തേഡ് പോലെയാട്ടോ അടിക്കുന്നത്. ഇതിന് സിബൊന്നും വെക്കുന്നില്ല, പക്ഷെ സിബ് വെച്ച പോലെ നമുക്ക് ഉണ്ടാവും. അതുപോലെയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്യാം. ഇനി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 മടക്കുള്ള തുണി അടിയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തില്ലേ അതിങ്ങനെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അളവിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അളവെടുക്കാൻ പോകും കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഒരു 8 ഇഞ്ച് മറ്റേ ഫ്രണ്ട് പാർട്ടിൽ ഒരു 7.5 ഇഞ്ചോളം ആയിട്ട് നിർത്തിയിരുന്നു. ഇപ്പോൾ ഇത്തിരി കുറച്ച് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് ഫ്രണ്ടിനെക്കാട്ട് കുറച്ച് 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്.
അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ, 1.5 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അളവിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഇതാട്ടോ, അവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ. ഇനി നമ്മൾ ഇതവിടെ റൗണ്ടായി ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ കൂടുതൽ എടുത്ത് 1.5 ഇഞ്ച് അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കേട്ടോ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിപ്പോൾ കുറച്ച് 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വണ്ണം കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് തുമ്പ് വിടാൻ വേണ്ടി അങ്ങനെ 1 ഇഞ്ച് കൂടി നമ്മൾ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മാത്രം നമ്മൾ കുറച്ച് വിട്ടിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ട്രൗസറിനുള്ള പോക്കറ്റ് കട്ട് ചെയ്യാണ് കേട്ടോ. പോക്കറ്റിന് ലെങ്ത്ത് എടുക്കണ ഒരു 8.5 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ വിഡ്ത്ത് എടുക്കണത് 5.5 ഇഞ്ച്. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരച്ച അളവെടുത്ത വിഡ്ത്തും ലെങ്ത്തിൻ്റെയും അളവ് വെച്ചിട്ട് ഇതുപോലെ ലൈന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മൂന്നര ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ വരച്ചതിൽ കൂടെ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോക്കറ്റിനുള്ള പീസ് ഒരു പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ട്രൗസർ കട്ട് ചെയ്ത് വെച്ച ട്രൗസർ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കൂടി വെച്ചിട്ട് ഇതുപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ 2 അടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിച്ചുമ്പോൾ പെടാതെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് ഇതുപോലെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പോകും കേട്ടോ. അവിടുത്തെ ഇതുപോലെ അതിൻ്റെ മേലെ കൂടെ അവിടെ അടിക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഈ ടൈപ്പിലാട്ടോ നമ്മൾ അടിച്ചിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ കുറച്ച് വിട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് വിട്ടിട്ട് അപ്പം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ. നമ്മളിനി ഈ മുകളിൽ അലാസ്റ്റിക് വയ്ക്കാനുള്ള 2 ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അതിൽ നിന്ന്
അവിടെ നിന്ന് 2 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തുന്നു കേട്ടോ. പോക്കറ്റ് വെക്കാനുള്ള അളവാണ് കേട്ടോ. നമ്മൾ പോക്കറ്റ് മടക്കി അടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അടിക്കുന്നുണ്ട്. പോക്കറ്റിന് കട്ട് ചെയ്ത് വെച്ച പീസ് കേട്ടോ. ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് കൂടി ഇതുപോലെ. അപ്പം നമ്മൾ പോക്കറ്റ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മടക്കി ഇത് ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം കഴിഞ്ഞ് 2 ഇഞ്ച് 2.5 ഇഞ്ച് വിട്ടിട്ട് പോക്കറ്റ് ഇതുപോലെ കട്ട് ചെയ്ത പോക്കറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പോവുകയാണ് കേട്ടോ. ചുറ്റുഭാഗവും ഇവിടെ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ അടിക്കുന്നത്. ഇതുപോലെ ഈ സൈഡും ചുറ്റുഭാഗവും അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത്ര വിട്ടിട്ട് ഇങ്ങനെ എല്ലാ സൈഡും 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പാർട്ടിൽ നമ്മൾ ഇവിടെ ഈ റൗണ്ട് ഷേപ്പില്ലേ അത് അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടായിട്ട് യോജിപ്പിക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡ് കൂട്ടുക കേട്ടോ. അതുപോലെ ഒപ്പം വെച്ച് ഫ്രണ്ടും ബാക്കും ഒപ്പം വെച്ചിട്ട് അപ്പം 2 സൈഡും അതേപോലെ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ അടിക്കുന്നു. അപ്പം സൈഡ് കൂട്ടിയതിന് ശേഷം നമ്മൾ ബോട്ടത്തിൻ്റെ അവിടെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തുമ്പ് വിട്ട അളവിൽ മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ 2 ബോട്ടും അങ്ങനെ മടക്കി അടിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ അടി മടക്കി അടിച്ച് സൈഡ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂട്ടാം കേട്ടോ. അടിക്കാൻ പോവുകയാണ്. സെൻറ്റർ ഒപ്പത്തിൽ വെച്ചിട്ട് നമ്മളങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി അലാസ്റ്റിക് അളന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരു 23 ഇഞ്ച് അരവണ്ണമുള്ള കുട്ടിക്കാണ്. അത് നമ്മൾ ഒരു 19 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ അലാസ്റ്റിക് അടിക്കുന്നുണ്ട് കേട്ടോ. 2 തലപ്പും കൂട്ടി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻറ്റിൻ്റെ അരയിൽ അലാസ്റ്റിക് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി അലാസ്റ്റിക് വെച്ചിട്ട് ചുറ്റുഭാഗവും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അലാസ്റ്റിക് ഇതുപോലെ മൊത്തം വെച്ചിട്ട് അടിച്ച് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ അലാസ്റ്റിക് ഇതുപോലെ വലിച്ച് വെച്ച് അലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിച്ച് വെച്ച് അപ്പം നമ്മൾ ട്രൗസർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോർട്ട്സ് എന്നൊക്കെ പറയുന്ന ട്രൗസർ നമ്മളൊരു സൈഡ് പോക്കറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.